ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയർ കെയർ സീരീസിൻ്റെ 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളുടെ ഈ സീരീസിലെ 10 വീഡിയോയിൽ 5 നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ വീഡിയോയിൽ 13, 14, 15 ദിവസങ്ങളിലെ ഒരു ഹെയർ കെയർ റുട്ടീനാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മളുടെ സീരീസിലെ ഡേ 13 ആണ്. ഡേ 13 നമ്മളൊരു പ്രോട്ടീൻ പാക്കാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് പായ്ക്ക് തയ്യാറാക്കുന്നത്, അതിനെന്തൊക്കെ ചേർക്കണം, അത് തേക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാം. അപ്പോൾ ഏതൊരു പായ്ക്ക് തേക്കുന്നതിന് മുമ്പേ നമ്മളുടെ മുടിയിൽ ആവശ്യമായ എണ്ണ തേച്ച് കൊടുക്കാം. അതിനാവശ്യമായിട്ടുള്ള എണ്ണ ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മളൊരു പ്രോട്ടീൻ പാക്കാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മുട്ട ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് മുടി കുറച്ച് ഡ്രൈ ആവാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ 2 സ്പൂൺ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പാക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ഇന്നത്തെ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് ഒന്ന് അലോവേറയും പിന്നെ ഒന്ന് മുട്ടയുമാണ്. അപ്പോൾ ഒരു വലിയ ലീഫ് അലോവേറ ഞാനിവിടെ എടുത്തിട്ട് അതിനകത്തെ ആ കറയൊക്കെ കളഞ്ഞ് ഒന്ന് മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ തന്നെ ഇട്ടേക്കുവാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ജെല്ലെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജെല്ലൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ജെല്ല് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല മൊത്തമായിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതിൻ്റെ മുള്ള് മാത്രം ജസ്റ്റ് ഒന്ന് കളഞ്ഞാൽ മതിയാവും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന അടുത്തത് മുട്ടയാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മുട്ട നിങ്ങൾ എടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു അത്യാവശ്യം വലിപ്പമുള്ളൊരു മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെള്ള മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വെള്ളയും കൂടെ നമുക്ക് അലോവേറയുടെ കൂടെ ജെല്ലിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അലോവേറയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെമ്പരത്തിപ്പൂ യൂസ് ചെയ്യാം. പക്ഷേ മുട്ട തന്നെ യൂസ് ചെയ്യണം. വേറൊരു ഓപ്ഷൻ നമുക്കില്ല. അതുകൊണ്ട് മുട്ട സ്കിപ്പ് ചെയ്യാതിരിക്കുക. അലോവേറ ഇല്ലയെന്നുണ്ടെങ്കിൽ ചെമ്പരത്തിപ്പൂ എടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ മഞ്ഞ നമ്മൾ ഒഴിവാക്കുകയാണ്, വെള്ള മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പം വെള്ള മൊത്തമായിട്ട് ആ ജെല്ലിലേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ടയെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഞാനൊരു 1.5 സ്പൂണ് തേങ്ങ കൂടി ചേർക്കുവാണ്. തേങ്ങ ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ തേങ്ങ ഒരു എന്താ പറയുക 3 സ്പൂൺ ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ അത്രയും ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ എണ്ണ അതുപോലെ ഞാൻ തലയിൽ തേച്ചിട്ടുള്ളതുകൊണ്ട് ഒരു സ്പൂണും ഒരു ഇച്ചിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. തേങ്ങ സ്കിപ്പ് ചെയ്യാതിരിക്കുക. തേങ്ങ ഇല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് തലയിൽ എണ്ണ തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുക. നമ്മളുടെ അലോവേറ ജെല്ലും തേങ്ങയും പിന്നെ മുട്ടയുടെ വെള്ളയും കൂടെ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് അത് ഒരു തുണി ഉപയോഗിച്ച് അരിച്ച് ഞാനൊരു ബൗളിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ പ്രോട്ടീൻ പാക്ക്. അത്യാവശ്യം മുടി നന്നായിട്ട് ഡ്രൈ ആവുമൊന്നുമില്ല ഇത് തേച്ചാൽ. കാരണം നമ്മൾ ഡ്രൈനെസ് മാറ്റാനുള്ള അലോവേറയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുണ്ട്. കൂടാതെ അതിനനുസരിച്ചുള്ള ഓയിലും കൂടെ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം വലിയ ഡ്രൈനെസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പാക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് പത പോലെ വരും. കാരണം അലോവേറ നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ അത് പതഞ്ഞിട്ടായിരിക്കും വരുന്നത്. കുറേ കഴിയുമ്പോൾ അതൊരു നോർമൽ ഒരു വാട്ടർ ഫോം തന്നെ ആകും. ഇനി നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം. തലയിൽ തേച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് മുടി പാർട്ടീഷൻ ചെയ്ത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ തേച്ച് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ മുടിയിലും കൂടെ തേച്ച് കൊടുക്കാം. മുടിയിൽ തേച്ച് കൊടുക്കാനില്ലെങ്കിലും അറ്റത്ത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ആ രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തതിന് ശേഷം മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും വെക്കുക. പിന്നെ മാക്സിമം പോയാൽ ഒരു 15 മിനിറ്റ് വെക്കുക. കാരണം തണുപ്പൊക്കെ വലിയ തണുപ്പുണ്ടാവില്ല, എന്നാലും ആ ഒരു സമയത്ത് നന്നായിട്ട് തലയിൽ പിടിക്കാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് മുടി കഴുകിയെടുക്കുക. നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതിയാവും. പാക്കിൻ്റെ ഒരു അംശം പോലും തലയിലില്ലാതെ നല്ല രീതിക്ക് തന്നെ മുടി കഴുകിയെടുക്കുക. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മളുടെ പ്രോട്ടീൻ പാക്കും അത് തയ്യാറാക്കേണ്ട രീതിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം നാളെ പാക്കൊന്നും തന്നെ ചെയ്യുന്നില്ല. ഈ പ്രോട്ടീൻ ചെയ്ത മുടി നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാണ്. മോർണിംഗ് കെയറും നൈറ്റ് കെയറും ഈ 14ാമത്തെ ദിവസം ചെയ്തു കൊടുക്കുക. ഇനി അടുത്തത് നമ്മളുടെ ഡേ 15 ആണ്. ഈ ഡേ 15 നമ്മൾ ഒരു താളിയാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഇത്രയും ദിവസം ഈ
14 ദിവസമായിട്ടും താളിയൊന്നും തന്നെ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ താളി ചെയ്യാനായിട്ടാണ് പോകുന്നത്. താളി തയ്യാറാക്കുന്നൊന്നുമില്ല, താളിപ്പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ താളിപ്പൊടി വെച്ചിട്ട് ഒരു താളി തയ്യാറാക്കി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ താളിപ്പൊടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് പോയി നോക്കാവുന്നതാണ്. ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാമേ. ഒരു 2 സ്പൂൺ താളിപ്പൊടി എടുത്തിട്ടാണ് ഇന്നത്തെ പാക്ക് ഞാൻ തയ്യാറാക്കുന്നത്. അതിനിടയ്ക്ക് ലൈറ്റ് പോയി, ശരിയാവുമെന്ന് വിചാരിക്കുന്നു ഉടനെ. അപ്പോൾ 2 സ്പൂണ് താളിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്യാൻ പച്ചവെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചവെള്ളത്തിന് പകരം വേണമെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുക്കാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പൊടി ആയതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ കുറച്ച് പാടാണ്. ഇപ്പം കട്ട കെട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ എണ്ണയൊക്കെ മിക്സ് ചെയ്യാറില്ലേ, ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തേതായിട്ട് മുരിങ്ങയിലയുണ്ട്, പിന്നെ തുളസിയിലയുണ്ട്, പിന്നെ ആണെങ്കിൽ കറിവേപ്പിലയുണ്ട്, പിന്നെ താളിക്കായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയുമാണ്. പനിക്കൂർക്ക ചേർത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഈ ഇലകളൊക്കെയാണ് എടുത്തിരിക്കുന്നത്. താളിയായിട്ട് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും കൂടെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പാടാണ്, ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാമേ. അങ്ങനെ വെള്ളം കുറച്ച് ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് 1 മണിക്കൂർ നേരം കുതിരാനായിട്ട് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. കുതിർന്നതിന് ശേഷം 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ 1 മണിക്കൂർ കുതിർത്ത് വെച്ച് അരിച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ നന്നായിട്ട് കുതിർന്ന താളിപ്പായ്ക്ക് അരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് തലയിൽ ചെയ്ത് കൊടുക്കാൻ പോകുന്ന പായ്ക്ക്, താളിപ്പായ്ക്ക്. അപ്പം ഞാൻ നേരത്തെ ഈ താളിപ്പായ്ക്ക് ചെയ്ത വീഡിയോയ്ക്കകത്ത് താളി പ്ലസ് പ്രോട്ടീനാണ് ചെയ്തത്. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മുട്ട ചേർത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ താളി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ മുടിയിൽ മൊത്തമായിട്ട് തേച്ച് കൊടുക്കുക. താളി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ അധിക സമയം വയ്ക്കാൻ പറ്റുന്നവർ വയ്ക്കുക, അല്ലാത്തവർ ഒരു 5 മിനിറ്റ് വെച്ചിട്ട് കഴുകി കളയാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് നമുക്ക് തല കഴുകാനായിട്ട് ഈ താളി ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിച്ചാലും താളിയുടെ ഒരംശം പോലും തലയിലില്ലാതെ നന്നായിട്ട് മുടി ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അധിക സമയം വയ്ക്കരുത്. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷനും കാലാവസ്ഥയൊക്കെ നോക്കിയിട്ട് ഉപയോഗിക്കുക. ഞാനാണെങ്കിൽ ഇത് തലയിൽ തേച്ചിട്ട് മേല് കുളിക്കുന്ന ആ ഒരു സമയം വരെ വെച്ചിട്ട് കഴുകാനായിട്ടാണ് പോകുന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് അധികം സമയം വയ്ക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ 15ാമത്തെ ദിവസം ചെയ്ത് കൊടുക്കുന്ന താളിപ്പായ്ക്ക്. അപ്പോൾ 30 ദിവസത്തെ ഈ ഒരു സീരീസിൽ 15 ദിവസം നമ്മൾ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വരുന്നത് സെയിം തന്നെ ഡേ 1 തൊട്ട് എന്താണോ ചെയ്തത് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരാഴ്ച 8 ദിവസം കഴിഞ്ഞു ഷാമ്പൂ ചെയ്തിട്ട്, ഇനിയും ഡീപ്പ് ഓയിലിങ്ങും ഷാമ്പൂ ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് വേറെ പാക്കുകളും മുടി വളരാനുള്ള പാക്കുകളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. കൂടാതെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.